സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേട്ടമുണ്ടാക്കിയിരിക്കെ ബി.ജെ.പിയെ നേരിടുന്നതിൽ യു.ഡി.എഫിനുണ്ടായ ആശയക്കുഴപ്പത്തിൽ ജെ.ഡി.യുവിന് അസന്തുഷ്ടി. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം ബി.ജെ.പിക്കെതിരെയുള്ള പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. ബി.ജെ.പി. ഉയർത്തുന്ന ഭീഷണി പ്രധാന വിഷയമായി കാണണമെന്നും ഇക്കാര്യത്തിൽ യു.ഡി.എഫിൽ പൊതുനിലപാട് രൂപീകരിക്കണമെന്നും വീരേന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് തിരിച്ചടിയുണ്ടായെന്ന് പറഞ്ഞ വീരേന്ദ്രകുമാർ ബി.ജെ.പിക്കെതിരെ യു.ഡി.എഫ് ഉയർത്തിയ പ്രതിരോധം വേണ്ടത്ര വിജയിച്ചില്ലെന്ന് സമ്മതിച്ചു. യു.ഡി.എഫ് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം ബി.ജെ.പിയെ ശക്തമായി എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു വീരേന്ദ്രകുമാറിന്റെ മറുപടി. അരുവിപ്പുറം തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ പ്രതിരോധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘ് പരിവാറിനെതിരായി ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കാര്യം. ബി.ജെ.പി. ഉയർത്തുന്ന ഭീഷണി പ്രധാന വിഷയമായി കാണാൻ എല്ലാവരും തയ്യാറാവണം. ഇന്ത്യയിൽ ഉയർത്തുന്ന ഭീഷണി, കേരളത്തിൽ ഉയർത്തുന്ന ഭീഷണിയെപ്പറ്റി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഉള്ളതിനെപ്പറ്റി പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പൊതുവായിട്ടുള്ള ഒരു സമീപനം ആവശ്യമാണ്. അതൊക്കെ ചർച്ചയിൽ കൂടി ഉൾത്തേരേണ്ട കാര്യമാണ്. ബി.ജെ.പിയെ എതിർക്കുന്ന കാര്യത്തിൽ യു.ഡി.എഫ് നേതാക്കൾ പൊതുനിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെന്നും വീരേന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കേരളത്തിൽ ചർച്ച ചെയ്തിരുന്ന പല പ്രശ്നങ്ങൾക്കും അതീതമായ പ്രശ്നങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംഘ് പരിവാർ ബി.ജെ.പിയുടെ പ്രശ്നങ്ങൾ. റിപ്പോർട്ടർ, കോഴിക്കോട്.